ഹേയ് ഗായ്സ്, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? നിങ്ങൾ വിചാരിക്കും എന്താ യൂണിഫോമിലെത്തിന? അത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പിട്ട് യൂണിഫോം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാൻ നേരം ഉള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. സോ മുടിയൊക്കെ ഭയങ്കരമായിട്ട് വളരുന്നുണ്ട്, നമുക്ക് വെട്ടാൻ സമയമായിരിക്കുന്നു. എനിവേസ് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. പുറത്ത് നല്ല മഴയാണ്, നമ്മൾ എത്ര ഒരുങ്ങി പോയാലും ഈ മഴയത്ത് നമ്മൾ കുളിച്ചിട്ടായിരിക്കും ഡ്യൂട്ടിക്ക് കയറാൻ പോകുന്നത്. സോ എന്തായാലും നമുക്ക് ഒരുപാട് ലാഗ് ആക്കണ്ട, വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. ആദ്യം തന്നെ നമുക്ക് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലെൻസ് ചെയ്ത് കുറേ നേരം ഇങ്ങനെ നിന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു ലൈക്ക് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് ചെയ്താൽ എന്താന്ന്. സോ അപ്പം തോന്നിയ ഒരു ഐഡിയയിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ബാക്കി എന്തായാലും അതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചു. നമുക്ക് പോൺസിൻ്റെ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. സൺസ്ക്രീൻ തീർന്നിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുന്നൊരു സാധനം ഇടുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ് പോൺസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം പോൺസിന്റെ സാധനങ്ങളാണ്. ഒരു പോൺസിന്റെ ക്രീം ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് കുറച്ച് പോൺസിൻ്റെ ക്രീമും കൂടി ഇടാം. കാരണം സൺസ്ക്രീൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോൺസിൻ്റെ ക്രീം, കാരണം ഇപ്പം നമുക്ക് സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇടാതിരിക്കേണ്ട, ഇടുക. ഒരുപാട് മഴയും കാര്യങ്ങളും വെയിലില്ലല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ സൺസ്ക്രീൻ അടിച്ചു പോകും. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇതും സെയിം ഈ പറയുന്ന പോലെ തന്നെ ഡാസിലറിൻ്റെ തന്നെയാണ്. നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇനി നമ്മൾ മാർസിൻ്റെ കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കും. കണ്ടോ, ഈ മാർസിൻ്റെ ലിപ് ബാമിൻ്റെ ഒരു പ്രത്യേകത അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ, ലിപ്സ്റ്റിക് നമ്മൾ മറന്നാൽ പോലും നമുക്ക് ഈ മാർസിൻ്റെ ലിപ് ബാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് യൂസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് സീസണലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേബ്ലിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, സീസണലിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. അത് രണ്ടും ഞാൻ യൂസ് ചെയ്യാം. കണ്ടോ, നമുക്കൊരു ഫിനിഷ് ലുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മേബ്ലിൻ്റെ ഒരു ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അതും നല്ല ലിപ്സ്റ്റിക്കാണ്. ചില സമയം ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയാണ്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് കണ്ണിൻ്റെ മുകളിൽ കുറച്ചിട്ട് ഐഷാഡോ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഹെയർ ഒന്ന് ചീവി കൊടുക്കാം. അഴകാല കൂന്തൽ എന്നൊക്കെ പറയണുണ്ട്. അഴകാല കൂന്തലൊക്കെ ആയിരുന്നു. നമ്മളിത് വെട്ടി കുളമാക്കി. ഇനിയും നമ്മൾ വെട്ടും, കാരണം ഇപ്പം മുടിക്ക് കുറച്ച് ലെങ്ത് വന്നു. അതിൻ്റെ അഹങ്കാരം വെട്ടുണ്ട് ഗൈസ്. നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട്, അതിലും പാഷൻ ഇട്ടാലോ ഗൈസ്. മുടി അഴിച്ചിടുമ്പോൾ എന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയില്ലേ? സോ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. എനിവേസ് ഇങ്ങനെ അങ്ങ് ഇട്ടിട്ട് പോകാം. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പ് മുടിയൊക്കെ നമുക്ക് കെട്ടി വെക്കാനുള്ളതാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അടുത്തൊരു ഫണ്ണി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ഗൈസ്.